പാലക്കാട് ചിറ്റൂർ പൊൽപ്പുള്ളി അത്തിക്കോട് കാർ കത്തിയ സംഭവത്തിൽ പൊള്ളലേറ്റ 3 കുട്ടികളിൽ 2 പേർ മരിച്ചു. എൽസിയുടെ മക്കളായ 6 വയസ്സുള്ള ആൽഫിനും 4 വയസ്സുള്ള എമിലിയുമാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എൽസിയും 10 വയസ്സുകാരി അലീനയുമാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കണ്ണാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വെള്ളിയാഴ്ച വൈകിട്ട് നഴ്സിംഗ് ജോലി കഴിഞ്ഞെത്തിയ പൊൽപ്പുള്ളി അത്തിക്കോട് പുളക്കാട് പരേതനായ മാർട്ടിന്റെ ഭാര്യ 40-കാരി എൽസി വീട്ടുമുറ്റത്ത് കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീപിടിക്കുകയായിരുന്നു. എൽസിക്കും കാറിലുണ്ടായിരുന്ന മക്കളായ അലീന, ആൽഫിൻ, എമിലി എന്നിവർക്കുമാണ് പൊള്ളലേറ്റത്. പരിക്കേറ്റവരെ കണ്ണാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എൽസി ജോലി കഴിഞ്ഞ കാറിൽ വീട്ടിലെത്തി കാർ പാർക്ക് ചെയ്തു. അല്പസമയത്തിന് ശേഷം ഷോപ്പിങ്ങിന് പോകാനായി മക്കളോടൊപ്പം കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സമീപവാസികൾ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ചിറ്റൂർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. വിവരമറിഞ്ഞ് ചിറ്റൂർ ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കാർ പൂർണ്ണമായും കത്തി നശിച്ചു. വീട്ടിൽ നിന്ന് വിളിച്ചു തീ കത്തുന്ന പറഞ്ഞിട്ട് ഓടി വന്നതാണ്. വന്നപ്പോഴാണ് ചേച്ചി അവിടെ കിടക്കണ്ടായിരുന്നു. ചേച്ചിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തുമ്പോഴാണ് കാറിൻ്റെ പുറകുവശത്ത് മക്കൾ കിടക്കണ്ടായിരുന്നു. മക്കളിനെ ഞങ്ങൾ ആംബുലൻസ് കയറ്റുമ്പോഴാണ് മക്കൾക്ക് പൊള്ളലുള്ളത്. 2 കുട്ടികൾക്ക് നല്ല പൊള്ളലുണ്ട്. ചേച്ചിക്ക് മാക്സിമം നല്ല രീതിയിൽ പൊള്ളലുണ്ടായിരുന്നു. അപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്രോൾ എന്താ വരുന്നു പറഞ്ഞിട്ട് മകൾ പറയുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ സംഭവിച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. പറ്റുന്നത് ഞങ്ങൾ ചെയ്തു, രക്ഷപ്പെടുത്താൻ പറ്റി. കൊണ്ടുപോകുമ്പോൾ നല്ല പൊള്ളൽ അവർക്കുണ്ട്. മക്കളുടെ 2 കുട്ടികളും ആംബുലൻസിന് അധികം ഒന്നും മിണ്ടില്ല. മൂത്ത കുട്ടികൾ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറഞ്ഞു. 2 കുട്ടികൾക്കും അനങ്ങാനോ ഒന്നിനും പറ്റില്ല. മാമ വിടണ്ട, മാമ കയ്യിൽ നിന്ന് വിടണ്ട മാമ എന്ന് മാത്രം പറഞ്ഞ് കരയിന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും അവർക്ക് പറയാൻ പറ്റില്ല. അത്രേ അവർ പറഞ്ഞു. കുറച്ച് പഴക്കം ചെന്ന കാറായിരുന്നു. അപ്പോൾ ആ കാർ ഇടയ്ക്ക് നിൽക്കാറൊക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ കാർ ഇവർ തന്നെ ഡ്രൈവ് ചെയ്ത് ഈ മാർട്ടിന് സുഖമില്ലാത്തപ്പോഴും അവർ തന്നെയാണ് അത് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇന്നലെ ആ ഒരു കുട്ടി അമ്മയുടെ അടുത്ത് പറഞ്ഞ അമ്മ മണം വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതവർ കാര്യമാക്കിയിട്ടില്ല. നേരത്തെ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ബാക്കിൽ നിന്നാണ് കത്ത് പിടിച്ചത്. ബാക്ക് കത്ത് പിടിച്ചെന്നാണ് നാട്ടിൽ കണ്ടവരൊക്കെ പറഞ്ഞു. ബാക്കിൽ നിന്നാണ് കത്ത് പിടിച്ചതെന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് കത്ത് പിടിച്ച് ഇവർ തന്നെ പുറത്തിറക്കി. ആ കുട്ടികളെ പുറത്തിറക്കാനായിട്ടൊക്കെ ശ്രമിച്ചത് ഈ എൽസി തന്നെയാണ്. അപ്പോൾ എൽസിക്ക് അതുകൊണ്ട് കൂടുതൽ പൊള്ളലേറ്റുണ്ട്. മാർട്ടിൻ 1.5 മാസം മുമ്പാണ് മരണപ്പെട്ടത്. എൽസി ശസ്ത്രക്രിയ കഴിഞ്ഞ അടുത്തിടെയാണ് ജോലിയിൽ തിരികെ ചേർന്നത്. കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് രാവിലെ വീട് സന്ദർശിച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആശുപത്രിയുടെ ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും അത് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളത് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും. നാളെ ഇവിടെയല്ല വേറെ എവിടെയും വരാതിരിക്കണമല്ലോ. കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. UTV ന്യൂസ്, പാലക്കാട്.